കിട്ടണ അവസരം മുതലാക്കരുത്. കമോൺ. പയ്യനെ ഞാൻ ഇപ്പം കണ്ടു പരിചയപ്പെട്ടതാണ്. അവൻ എന്നെ അറിയാമെന്നും പറഞ്ഞ വന്ന് മിണ്ടി അല്ലേ, ചെറുതായിട്ട് മിണ്ടി. അപ്പം ഞാൻ ചോദിച്ചു ഡാൻസ് കളിക്കാമെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞ് എനിക്ക് കളിക്കാനൊന്നും അറിഞ്ഞൂടാ, എൻ്റെ ശരീരം വഴങ്ങി വരത്തില്ല. പറ്റുവാടാ എന്ന് വെച്ചാൽ മനസ്സ് വെച്ചാൽ പറ്റാതായിട്ടൊന്നുമില്ല. കളിച്ചിട്ടില്ല, അതുകൊണ്ടുള്ളൊരു പേരെങ്ങനെയായിരുന്നു? ജോബിൻ. ജോബി. ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാ പേരെന്താ? എന്താണ് വഴിപോക്കൻ? അങ്ങനെ ഇടാൻ കാര്യം ട്രാവലിനോടുള്ള ഒരു ഇതുണ്ട്. ഓ അങ്ങനെ ട്രിപ്പൊക്കെ പോവില്ലേ? ഇനി പോകാനായിട്ട് എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു ഓൾ ഇന്ത്യ പ്ലാൻ ചെയ്യണുണ്ട്. ഓൾ ഇന്ത്യ? ഓ ബൈക്കിലാ? ഇല്ല, അല്ല ഇച്ചേക്ക്. മനസ്സിലായില്ല. ഈ ബസ് ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ചു. അപ്പൊ നമുക്ക് നോക്കാമല്ലോ, ഡാൻസ് എടുക്കാമല്ലോ. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ചോദിക്കണത്, ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നമുക്ക് അതിൽ പെട്ടെന്ന് നാമ്പം റോയ്ക്ക് ഡാൻസ് അറിഞ്ഞൂടാന്നല്ലേ പറഞ്ഞ, അത് സിമ്പിൾ ആക്കണ്ടേ. ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്ന് വെച്ചാൽ ഇത്രയും നാളെ കേട്ടിട്ടുള്ളതിൽ പാട്ട്. ഇത് എന്നെ മക്കാൻ്റെ സൗഖ്യമ്മ പാട്ട് സൗഖ്യമ്മ. 1 2 3. ആ പാട്ട് എപ്പോഴും നമ്മളെ മനസ്സിലായിരിക്കണം, എങ്കിലും നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് ആ ബ്രോയുടെ സ്റ്റൈലിൽ കളിക്കാൻ പറ്റില്ല. എന്നമ്മ കണ്ണ് സൗഖ്യമ്മ. സത്യം പറയല്ലേ, നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. പയ്യന്മാർ വേണ്ടേ ഡാൻസ് കളിക്കുക, ആരും വരൂലെന്ന്. സത്യം ബ്രോ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പോകും. ചിലവർ എഫേർട്ട് എടുക്കും. ഞാൻ പഠിപ്പിച്ചെന്തെങ്കിലും എന്ത് തോന്നാണ്, പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നാണ്? തോന്നില്ലേ? അപ്പൊ മനസ്സ് വെച്ചാൽ പറ്റൂലേ? അതാണ്.